ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ടു പാണ്ട എക്സ്. അപ്പോൾ നമ്മളൊരു പുതിയൊരു റോബ്ലോക്സ് ഗെയിം പ്ലേ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഗെയിമിൻ്റെ ഒരു 99 നൈറ്റ് അറ്റ് ഫോറസ്റ്റ്, അതായത് മറ്റൊരു പ്രേതത്തിൻ്റെ സ്ഥലത്ത് പ്രേതം അങ്ങനത്തെ ഒരു ജീവിയില്ലേ, അതിൻ്റെ അടുത്ത് നമ്മൾ ക്യാമ്പ് ഫയറിലാക്കി നമ്മൾ 99 ദിവസം നിൽക്കണം പോലും, 99 നൈറ്റ് സർവൈവ് ചെയ്യണം പോലും. അപ്പോൾ 99 നൈറ്റ് ഒന്നും നിൽക്കാൻ പറ്റും തോന്നില്ല, കാരണം അത്ര ഉണ്ട്. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് ഈ ചാനൽ ലൈക്ക് ചെയ്യാത്തവരെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ എന്താ വീഡിയോ എങ്ങനെ ഉണ്ടെന്നും നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളെ ഒപ്പീനിയനും എന്താ മാറ്റണം എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ നമ്മൾ കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമുക്കിവിടെ ക്യാമ്പ് ഫയറിന് വേണ്ടി വുഡ് കണ്ടുപിടിക്കണം. ആ ക്യാമ്പ് ഫയർ നല്ലോണം ഇത് സ്ട്രോങ് ആക്കാം. അപ്പോൾ രാത്രിയിൽ കത്തണ്ടല്ലേ, അപ്പോൾ രാത്രി നമുക്ക് ആ ക്യാമ്പ് ഫയറിൻ്റെ റൗണ്ട് കണ്ടോ, അവിടെ നിന്ന് പുറത്തേക്ക് പോയാൽ അപ്പം മറ്റേത് പിടിക്കും ഗൈസ്. ആ ഫ്രെഡി നാറ്റാന്ന് തോന്നുന്നു അതിൻ്റെ പേര്. ഓ, അപ്പോൾ നമുക്ക് ആക്സ് ഉണ്ട്, നമുക്ക് ഈ വലിയ മരം മുറിച്ച് നോക്കാം. മുറിക്കാൻ കഴിയുന്നില്ലല്ലോ. അതെന്ന് ചോപ്പ് ട്രീ ദെൻ പ്ലേസ് വുഡ് ഓൺ ദ ഫയർ. പക്ഷേ ചോപ്പ് ട്രീ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ട്രീ ഇതാ, പക്ഷേ ഈ കുഞ്ഞി ട്രീ ഇതാവുന്നുണ്ട്, ഇങ്ങനെ താഴ്ന്ന പോലെ ആവുന്നുണ്ട്. മുറിക്കാൻ കഴിയുന്നില്ല കൊണ്ടാണ്ടാ, പക്ഷെ മുറിച്ചിട്ട് വരുന്നില്ല ലൈസത് സംഭവം. കണ്ടോ, മുറിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഇതും കൂടി നോക്കിയാ, അതുകൊണ്ട് ഇതൊന്നും മുറിക്കാൻ പറ്റുന്നില്ല ഗൈസ്. അതൊന്നും ഗൈസ് മുറിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇത് മുറിക്കാൻ പറ്റില്ല. ഞാൻ കുറേ ടൈമായി നോക്കുന്നു ഗൈസ്, ഇത് മുറിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഗൈസ്, ഇത് നിറച്ചിയാ പക്ഷെ ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ ഗൈസ്? നമുക്ക് ഈറ്റ് ചെയ്ത് നോക്കാലോ. യു ഷുഡ് കുക്ക് മീറ്റ് ബിഫോർ ഓയ്സ്. ഇത് കുക്ക് ചെയ്യണം പോലെ, എന്നാലും നമുക്ക് തിന്നാൻ പറ്റുമ്പോൾ. ഇതിൻ്റെ പേര് മോർസിൽ. ഇത് നമ്മളെ റാബിറ്റിൻ്റെ ഇറച്ചിയാണെന്ന് തോന്നുന്നു ഗൈസ്. നമുക്കിത് ഇതിലേക്ക് ഇടാൻ പറ്റുമോ നോക്കാം. ഇതിലേക്ക് 5 ഐറ്റംസ് ഇടാൻ പറ്റുമെന്ന് കാണുന്നുണ്ട്. ഓ, പിടിച്ചിട്ടിടാൻ പറ്റില്ല, എന്നാലും എഫ് ഒക്കെ ഇടണ്ട ഗൈസ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആയിട്ടാണ് അതിലത്തെ 5 ഐറ്റംസ് നമുക്ക് ഇടാൻ പറ്റുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുക്ക് ചെയ്യാൻ പറ്റും നോക്കാം ഗൈസ്. പിന്നെ വുഡ് എവിടുന്ന ഗൈസ് കിട്ടുക? ആൾക്കാരിൽ ഇവിടെ വുഡ് ഇടുന്നുണ്ട്, പക്ഷെ എനിക്കും അത്ര വുഡ് കിട്ടുന്നില്ല. ഇവിടെ എല്ലാം ഇറച്ചിട്ടുണ്ടല്ലോ ഗൈസ്. എനിക്ക് ഈ റാബിറ്റിനെ കൊന്നു നോക്കാം, റാബിറ്റിനെ തീർക്കാം. ഓ, റാബിറ്റിന് പകുതി ജീവനായില്ല, പകുതിയില്ല, മുക്കാൽ ഭാഗമായിട്ടു. അപ്പം ഈ മരം മുറിക്കാൻ കഴിയുന്നില്ല കണ്ട. ഞാനിപ്പോൾ ഇങ്ങനെ ക്യാമ്പ് ഫയർ ആക്കാം. ബാക്കി കുറേ ആൾക്കാരാണ് മരം മുറിച്ചിട്ട് കൊണ്ടുവന്നിട്ടില്ല. അതെങ്ങനെയാ നമ്മോ പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു. റാബിറ്റിനെ കൊന്നു നോക്കാം ഗൈസ്. ആ റാബിറ്റോടെ പോയി റാബിറ്റിന് പകുതി ജീവനേ ഉള്ളൂ. ആടക്ക റാബിറ്റ് പോയി റാബിറ്റ് തുള്ളി ജീവനുള്ള കുറച്ചുള്ളൂ. ഒരടിക്കോ റാബിറ്റോ. ഓ, റാബിറ്റ് അങ്ങനെ ഇതാര ഓടിക്കോ ഓടിക്കോ കുറുക്കെ കുറുക്കം പിന്നെ അവിടെ നമുക്ക് മരം എടുക്കാൻ പറ്റുമല്ലോ അവിടെ നിന്ന്. കുറുക്കം വെക്കുന്നതായിരുന്നു നമുക്ക് ഓടിക്കാം ഫോക്സ്. നമ്മൾ ഈ റൗണ്ടിൽ ഇവിടത്തേക്ക് വന്നാലേ ആരും പിടിക്കലാന്ന് തോന്നുന്നു. നമുക്ക് സ്പീഡിലോടാം. നൈറ്റ് ഈസ് അപ്രോച്ച്. രാത്രി മറ്റേ ഫ്രെഡ് അതിനുള്ള നമുക്ക് ക്യാമ്പ് ഫയർ, നമ്മളെ ഭക്ഷണങ്ങളെല്ലാം കൊണ്ടെടുക്കണം. ഇതാരാ ഗൈസ് മിസ്സിങ് എന്നെല്ലാം കാണിച്ചിട്ട്? ഇതാരാ ഡൈനോ കിഡ് എന്ന് പറഞ്ഞൊരു ഇത് മിസ്സിങ് ആവില്ല ഗൈസ്. 366 മീറ്റർ അപ്പുറത്താണ്. കണ്ടുപിടിക്കണം. അതിനെ പോയിട്ട് വേണ്ട. അപ്പോൾ നമുക്ക് ഈ കുറുക്കനെ കൊന്നാലോ ഗൈസ്, ഫോക്സിനെ കൊന്നാലോ. രാത്രി ഗൈസ് ഇപ്പോൾ വരും. നമുക്കിനെ കൊല്ലാം ഗൈസ്. ഓ, ചത്ത് ഗൈസ്. നമ്മളിപ്പോൾ തീരണ്ടേ, നമ്മളെ ചെയ്ത് നോക്കി നമ്മളിപ്പോൾ തീരണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് ഇതിൻ്റെ സഞ്ചിയിലേക്ക് ഇടാം. ഈ ഇറച്ചി ഇടാം, ഇതും ഇടാം. കാരണം രാത്രിയാകുമ്പോൾ ഫ്രെഡി വന്നാൽ പിന്നെ നമുക്കൊന്നും ഉണ്ടാവില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഈ മരക്കഷ്ണയിൽ എടുക്കാം ഗൈസ്. ഇവിടുന്ന് ഇത് എടുക്കാൻ പറ്റുമോ അല്ലേ? അവർ പക്ഷേ ഇതെങ്ങനെ ഗൈസ് എടുക്കണ്ടേ? ഇത് നമ്മളെ സഞ്ചിയിലിടാൻ പറ്റുമോ? കുഞ്ഞു സഞ്ചിയിലല്ലേ ഇത് നമ്മളിങ്ങനെ ഇതിനകത്തേക്ക് ഇടാൻ പറ്റൂല ഗൈസ്. ഇത് ഫുള്ളായോണ്ടാ. പക്ഷെ നമുക്കൊരു 5 ഇതവിടെ കുക്ക് ചെയ്തിട്ട് തിന്നാൻ പോയിട്ട് അതിനുമ്പ് ഈ ഒരു മരം നമുക്ക് ഇങ്ങനെ കൈമെടുത്തിട്ട് പോകാം ഗൈസ്. നമുക്ക് ഈ മരം കൈമെടുത്തിട്ട് നമുക്ക് ഈ സഞ്ചിയിൽ തന്നെ ഈ മരം ഇടാൻ പറ്റും തോന്നുന്നു കേട്ടോ. കാരണം ഇതിനകത്ത് ഇപ്പോൾ ഫുള്ളാണ്. 5 ഇറച്ചിയില്ല, മറ്റേ റാബിറ്റിൻ്റെയും ഇതിൻ്റെ എല്ലാം ഇറച്ചി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്തൊന്നും ഇടാൻ പറ്റൂല. നമുക്ക് ഈ ഇറച്ചി കുക്ക് ചെയ്താൽ തിന്നാം, എന്നിട്ട് നമുക്ക് ഇതിടാം ഗൈസ്. ഓ, അപ്പം ഇങ്ങനെയും കൊണ്ടുവരാമല്ലേ? ഫയർ റീച്ചർ 100%. ഓ, 100% റീച്ചർ ആയാലോ. അപ്പം ഇങ്ങനെയും കൊണ്ടുവരാം. എല്ലാം നമുക്ക് ഈ ഇതിലിട്ടിട്ട് കൊണ്ടുവരാൻ തോന്നുന്നു ഗൈസ്. ഈ സഞ്ചിവത്ത് ഇതില്ല 5 എണ്ണം പറ്റുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമുക്കിന്ന് പുറത്തോടാം ഗൈസ്. രാത്രി ഡൈനോക്കിട്ട് എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? ഡൈനോക്കിട്ടിട്ട് പിടിച്ചിട്ടുണ്ടോ അല്ലോ ഫ്രെഡി?
ഇപ്പം 366 മീറ്റർ അപ്പുറത്താവലുള്ള കാട്ടിൽ ഇരിക്കേറ്റ് ചെയ്യുന്ന കാണിക്കുന്നത്. അപ്പം ഇതിനെ പിടിച്ചിട്ടുണ്ടാവില്ല ഫ്രെഡി. ഇപ്പം രാത്രിയാണ് ഐസ്, നമുക്ക് പോണാ ഐസ്, രാത്രിയാണ് നമുക്ക് പോണാ. പോണ്ടല്ല ഐസ്, രാത്രിയാന്നാ ഫ്രെഡി പിടിച്ചില്ലെങ്കിൽ നമ്മളാ. രാവിലെ ഇത്ര ഇട്ടുന്നു, രാവിലെ നമുക്ക് മെല്ലെ നടന്ന് ക്യാമ്പ് ഫയറിന് അങ്ങോട്ടേക്ക് പോകാം. ക്യാമ്പ് ഫയർ തീരാനായിട്ടുണ്ടാവും. കാരണം രാത്രി നമ്മളാകെ ഒറ്റൊരു ലോകത്തിലിട്ടുള്ളൂ. നമ്മളെപ്പോഴുള്ള ആൾക്കാരൊന്നും കാണുന്നില്ല ഗൈസ്. അവരിലൂടെ പോയാൽ നമുക്ക് ഇറച്ചി ഇതാക്കിട്ടുണ്ട് ഗൈസ്. അവിടെ ഏതോ ഒരാളതോ ഗൈസ്. നമുക്ക് പിന്നെ നോക്കി ഇറച്ചി ആദ്യം നമുക്ക് വേവിച്ചിട്ടുണ്ടോ. ഇത് വേവിച്ച പോലെ ഗൈസ്. ആദ്യം വെള്ളം ഒരു പിങ്ക് കളറാണ്ട്, ഇപ്പം നോക്കിയാൽ ബ്രൗൺ ആയി. നമുക്ക് തിന്നാൻ പറ്റിയ ഇപ്പോൾ കുഴപ്പമില്ല. കുക്കഡ് മോസിൽ നിന്ന് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മളിത് ഫുള്ളാകുന്നുണ്ട് ഗൈസ് നമ്മൾ ഈറ്റിൻ്റെ. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടാണല്ലോ തിന്നേണ്ടത്. പിന്നെ വിറകും ഇവിടെ കൊണ്ടുവരണം. വിറകും നമുക്ക് ഇതിനകത്ത് തന്നെ കൊണ്ടുവരാം. ആകുമ്പോൾ ക്യാമ്പ് ഫയർ നിൽക്കും ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ആൾക്കാരൊന്നും കാണുന്നില്ല. നമ്മളിപ്പോൾ 5 ആൾക്കാരൊക്കെ ഉണ്ടായില്ല. ഇതാരാ ഗൈസ്? ബണ്ണി ഫൂട്ടാ ഗൈസ്. അയാളത്ത് നമുക്കൊന്നും വാങ്ങാൻ പറ്റുന്നില്ലല്ലോ ഗൈസ്. ബണ്ണി ഫൂട്ട് ഇയാളെ നമുക്ക് കൊല്ലാൻ പറ്റുമോ ഗൈസ്? ഇയാളത്ത് നമുക്കൊന്നും വാങ്ങാൻ പറ്റുന്നില്ലല്ലോ. നമുക്ക് വിട്ടേക്ക്, അയാൾ വിട്ടേ. നമുക്ക് കാട്ടിപ്പറ്റും തടിയും മരത്തടി എടുത്തിട്ട് വരാം ലൈസ്. അപ്പോൾ നമുക്ക് ബേൺ ഫയർ കത്തിക്കാൻ പറ്റും. അല്ല പിന്നെ ഫ്രെഡിലെ വന്നപ്പോൾ ഇടാം. നമുക്ക് 3 ഇപ്പോൾ ഇടാം. അങ്ങനെ 3 ലോഡായിട്ടുണ്ട്. നമുക്കിനി ഇത് പോയിട്ട് അവിടെ നിന്ന് കത്തിക്കാം. നേരെ പോയിട്ട് നമുക്ക് ഇവിടെ നിന്ന് കത്തിക്കാം. ഇത് ലെവൽ 3 പ്രോഗ്രസ് 26/100 എന്നാന്നുള്ളത്. ഇത് കൂടുന്നില്ലല്ലോ ഗൈസ്. നമ്മളപ്പോൾ മീലിലും അറിയാണ്ട് ഈ മീറ്റിലിട്ടു. ഇതിൻ്റെ അകത്ത് കുക്കായിട്ട് മീറ്റ്. അപ്പം നമുക്കൊന്ന് തിന്ന് നോക്കണം. വേണം ഒന്ന് എടുത്തിട്ട് നമുക്ക് ഇതിന് കൊണ്ടു കൊടുക്കാൻ പറ്റുമോ? ഇവനെന്താ ചെയ്യുക? ഇവനിക്കെന്താ കൊടുക്കണ്ടേ? ഇവനെന്ത് കൊടുത്താൽ നമുക്കെന്തെങ്കിലും തരാം? നമുക്കൊന്നും കൊടുക്കാനും പറ്റുന്നില്ല ലൈസ്. ഇവനിക്കെന്താ കൊടുക്കണം? ട്രേഡർന്ന് കാണിക്കുന്നുണ്ട്. ഇവനെന്ത് സംഭവം? പെറ്റ് ട്രേഡറാ? പെറ്റ് ട്രേഡർ എന്താ കാണിക്കുന്നത് ലൈസ്? ബണ്ണി ഫൂട്ട് എന്നാണ് ഇവൻ പറയുന്നത്. ബണ്ണി ഫൂട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇറച്ചിയാ ഐസ്. ഇവിടെ ഓൻ പോട്ടെ. നമുക്ക് അടുത്തുള്ള നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ബണ്ണീൻ്റെ ഇറച്ചിയാണെന്നല്ല ബണ്ണീനെ തന്നെ പിടിച്ചിട്ട് പോകാൻ പറ്റുമോ ഐസ്? അതെങ്ങനെയാണെന്ന് അറിയില്ല. ബണ്ണി ഫുട്ട് എന്ന് പറയുമ്പോൾ നമ്മളെ അതിൻ്റെ ഇറച്ചി ആയിരിക്കൂലേ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള 2 ആയിട്ടുണ്ടാകും. 2 എടുക്കാം. അപ്പോൾ കുക്ക് ചെയ്യാത്ത ബണ്ണീൻ്റെ മോർസെല്ലാം അവൻ ചോദിക്കുന്നു. അറിയില്ല ഐസ്. അപ്പോൾ നമുക്ക് 2 ലോഗ് നമ്മളടുത്ത് അവിടെ വെക്കാം. നമ്മളെ ഈ ഭക്ഷണമെല്ലാം ഫുള്ളാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ നമുക്കൊന്ന് എല്ലാം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഒരു പെണ്ണിനെ കാണാണ്ടായിന്ന് പറ്റില്ല. അതെല്ലാം നമുക്ക് പോയി നോക്കി നോക്കാം. നമുക്ക് കിട്ടിയ 2 ഇവിടെ ഇട്ട് നോക്കാം. അപ്പോൾ നമുക്കിനി ഒരു പെണ്ണിനെ കാണാണ്ടായിന്ന് പറ്റില്ല. അതെല്ലാം നമുക്ക് പോയി സെർച്ച് ചെയ്ത് നോക്കാം ലൈസ്. ഇതൊന്നും സംഭവം കൊള്ളാം. എന്തെങ്കിലും ആവട്ടെ. ഇവിടെ കുളയിലുണ്ട് ഐസ്. ഇതിനകത്ത് മീനും ഉണ്ടാ ഐസ്? മീനെ പിടിക്കാൻ പറ്റും. നമുക്ക് ആക്സ് എടുത്ത് മീനെ പിടിക്കാൻ പറ്റും നോക്കാല്ലേ? ഇല്ല മീനെ കയ്യില്ല ഐസ്. മീൻ കയ്യില്ല. ബാക്കിയെല്ലാത്തിനും കഴിയും. നൈറ്റ് ഈസ് അപ്രോച്ച് ഐസ്. രാത്രി ആകാനായിട്ട് പിന്നെയും. നമ്മളിപ്പോൾ ഡേ 2 ആണ് ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ 2ാമത്തെ രാത്രിയായി. 99 നൈറ്റ് ആണെന്നല്ല. അപ്പോൾ 99 ഡേയ്സ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ 2 ഡേ. നമുക്ക് 2 ദിവസം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഗൈസ്. അവിടെ ഒരു വീടല്ല ഗൈസ്. ഇനി ഇവിടെയാണ് മറ്റേ ഡൈനോ കിട്ടുന്നുണ്ട് കാണേണ്ടത് കൊണ്ടുള്ള രാത്രിയായി. ഇപ്പോൾ നമ്മളെ ബേസിലേക്ക് അങ്ങനെ പോവാം. ക്യാമ്പ് ഫയറിലടുത്തേക്ക് അറിയില്ല ഗൈസ്. നമുക്ക് ഈ വീട്ടിനകത്ത് കയറി വെക്കാം. ഈയാക്കാനാ ഓയ്യേക്ക്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇവിടെ നിന്നുള്ള ഇവിടുന്ന് റേഞ്ചർ വോയിസ്. ഇവിടെ നമ്മളെ ഫ്രെഡിന് ഫോട്ടോ ചെയ്ത വോയിസ്. ഫ്രെഡിന്ന് തന്നെയല്ലേ പേര്? റേഞ്ചേഴ്സ് ലോക്ക്. അപ്പോൾ നമുക്ക് ഈ ഡോർ ഓപ്പൺ ചെയ്യാം. ഇതിനകത്തൊന്നുമില്ല. പോയി ചെസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഒക്കെ പിടിച്ചാൽ ചെസ്റ്റിനകത്ത് എന്താണ്ടാ നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടാവും നോക്കല്ലേ വൈസ്. എന്തോ മാപ്പ് പോലത്തെ എന്തോ ഇതാ വൈസ്. ഈ ടേക്ക് ചെയ്ത വൈസാണ് വൈസ്. അനക്കൊന്നും മാപ്പ് പോലത്തെ എന്തോ കിട്ടി. ഓക്കെ, ചെയർ നമുക്ക് എടുത്തല്ലേ. ചെയർ നമ്മളെ ഈ സഞ്ചിയിൽ ഇട്ടിട്ട് പോകാൻ പറ്റുമോ? ഇവിടെ നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കി. ഇതിൻ്റെ അകത്ത് ആരെങ്കിലും ഉണ്ടാ? ഇതിനകത്തൊരു ഡോറുണ്ട്. ഇതിനകത്തൊന്നുമില്ല. ഇവിടെ ഒരു ബെഡും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാൽ പോരെ. 99 days 99 nights. അപ്പോൾ നമുക്ക് ഈ ചെയർ എടുത്തിട്ട് പോയാലോ ഗൈസ്. ചെയർ അങ്ങനെ എടുത്തിട്ടുണ്ട്. നമ്മളെ ബേസിൽ കൊണ്ടുവിടാം. വെറുതെ നിൽക്കുമ്പോൾ നമുക്ക് ഇരിക്കാമല്ലോ. നമ്മളെ ബേസ് ഇടുന്ന കാണുന്നുണ്ട് ഗൈസ്. നമ്മളെ ക്യാമ്പ് ഫയർ എത്തിച്ച സ്ഥലത്ത് ഇവിടെ നിന്ന് അങ്ങ് ഉണ്ടാ. നമ്മളിപ്പോൾ ഒരു 5 ആൾക്കാരായിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. ഇപ്പോൾ ആരും കാണുന്നില്ല. നമ്മളിപ്പോൾ 5 ആൾക്കാർ അങ്ങനെ ഉണ്ടായിന്. ഇപ്പോൾ ആരും കാണുന്നില്ല. നമ്മളെ പൈസ അങ്ങ് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇത്രയും നേരമായിട്ട് ഫ്രെഡിനെ കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇനി കണ്ടിനോന്നറിയില്ല. നമ്മളെ ഫ്രെഡി കണ്ടിനോന്നറിയില്ല. പക്ഷെ നമ്മൾ ഫ്രെഡിനെ കണ്ടിട്ടില്ല.
അപ്പോൾ മാപ്പ് ഉണ്ടാക്കാൻ 3 മരത്തടി, ഓൾഡ് ബെഡ് ഉണ്ടാക്കാൻ 20, സപ്ലൈ ക്രേറ്റ് 3, ബണ്ണി ട്രാപ്പ് ബണ്ണി ട്രാപ്പ് 5. അതായത് ബണ്ണി ട്രാപ്പ് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പിന്നെ ബണ്ണിനെ പിടിക്കാൻ പോകണ്ട, അത് പിടിച്ച് എന്നെ ഒന്ന് കൂട്ടിക്കയറും. അത് നല്ല പരിപാടിയാണ് ഗൈസ്, അത് നല്ല പരിപാടിയാണ്. ഇപ്പോൾ ബെഡെല്ലാം ഉണ്ടാക്കണം. ഡേ 3 ആയി. അങ്ങനെ 3 ദിവസം നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എങ്ങനെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ചെയറെല്ലാം അരിച്ച പോലെ ആക്കി കഴിച്ചിട്ട് ഓക്കെ അവിടെ. അപ്പോൾ ഈ വീഡിയോ എങ്ങനെയാണ് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ പാർട്ട് 2 വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2, അതായത് ഇപ്പോൾ ഡേ 3 ആയി. ഇനി പാർട്ട് 2 നമ്മൾ എന്തെല്ലാം ക്രാഫ്റ്റ് ചെയ്യുന്നു, ഇതിൻ്റെ അകത്തോടെ ബെഡും ഇതെല്ലാം നമ്മൾ ആക്കുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ ഓക്കെ ബൈ, സൈനിങ് ഓഫ് പാണ്ട എക്സ്.